ഈ 50 വർഷത്തെ കാലയളവിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പാർട്ടി 50 വർഷക്കാലയളവിൽ എന്തെല്ലാം ചുമതലകൾ താങ്കൾ ഏൽപ്പിച്ചു? ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇന്ന് ആ സംഘടനയിലുണ്ട്. ഞാൻ ആ സംഘടനയുടെ സംസ്ഥാന ട്രഷറർ കൂടിയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് പാർട്ടി നൽകിയ അംഗീകാരം? അന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ആ രണ്ടാം വാർഡിൽ നിന്ന് ജയിച്ചു വരികയും ആ 5 വർഷക്കാലം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ജനോറാം ഭവന നിർമ്മാണ പദ്ധതി. 1 വർഷക്കാലം കൊണ്ട് 316 വീടുകളാണ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അതൊക്കെ വിപ്ലവകരമായ നേട്ടമായിരുന്നു. അത് ഇന്നും ജനം വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അർഹിക്കുന്ന അംഗീകാരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് താങ്കൾ തോന്നുന്നു? ഇതുവരെ യാതൊരു കാര്യത്തിൽ ഒരു എതിർപ്പും ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടില്ല. എന്താണ് ആ തെറ്റുപറ്റിയെന്നുള്ള അവർ പറയുന്നില്ല. UDF നഷ്ടപ്പെട്ടിരിക്കുന്ന സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയും. നമസ്കാരം. ചോദ്യം ഉത്തരം എന്ന പരിപാടി ഒരിടവേളയ്ക്ക് ശേഷം ഞങ്ങൾ പുനരാരംഭിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് DCC ജനറൽ സെക്രട്ടറിയും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന ശ്രീ ജോൺ പഴേരിയാണ്. സ്വാഗതം. നമസ്കാരം. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം പൊതുപ്രവർത്തക രംഗത്തും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലും വലിയ രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞ 50 വർഷം എന്നുള്ളത് ചെറിയൊരു കാലയളവല്ല. എങ്കിൽ ഈ 50 വർഷത്തെ ഈ കാലയളവിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് ചാരിതാർത്ഥ്യമുണ്ടോ? ചാരിതാർത്ഥ്യമുണ്ട്. ഈ പാർട്ടി 50 വർഷക്കാലയളവിൽ എന്തെല്ലാം ചുമതലകൾ താങ്കൾ ഏൽപ്പിച്ചു? ഞാൻ 1974 മുതൽ KSU പ്രവർത്തകനായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ട്രഷററായി, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായി. ഇപ്പോൾ അതിനുശേഷം കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി. 5 വർഷക്കാലത്തിലേറെയായി കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട്. കഴിഞ്ഞ 3 വർഷക്കാലം UDF കൊച്ചി നിയോജക മണ്ഡലം ചെയർമാനുമായിരുന്നു. ഈ കാലയളവിലൊക്കെ പാർട്ടി എന്നെ ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോട് തന്നെ എനിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ താങ്കൾ ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായിട്ടുള്ള ഒരാളാണ്. അതും ഈ അസംഘടിത മേഖലയോടാണ് കൂടുതൽ താല്പര്യം. തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടിട്ടാണ് അങ്ങനെ അസംഘടിത മേഖലയോട് തന്നെ? അതായത് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വർഗമാണ് ഈ അസംഘടിത മേഖല എന്ന് പറയുന്നത്. തൊഴിലാളി സംഘടന ഓരോ കമ്പനികളിലേക്ക് തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആരും തിരിഞ്ഞു നോക്കാത്ത ആ തൊഴിലാളി വർഗത്തെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുകയും ചെയ്യുക എന്നൊരു വലിയൊരു കാര്യമാണ്. ഞാനത് AC ജോസേട്ടനിലൂടെയാണ് അത് പഠിച്ചത്. മുൻ സ്പീക്കർ AC ജോസേട്ടൻ അദ്ദേഹമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി സംഘടന ഉണ്ടാക്കിയത്. പറവൂർ നേറിക്കൊടുന്ന ഗ്രാമപഞ്ചായത്ത് 7 തൊഴിലാളികൾ വെച്ചുകൊണ്ടാണ് ആ സംഘടനക്ക് രൂപം കൊടുക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്. എല്ലാ മുക്കിലും മൂലയിലും ആഴത്തിൽ വേരോട്ടമുള്ള ഒരു തൊഴിലാളി സംഘടനയാണ് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ, നിർമ്മാണ തൊഴിലാളി സംഘടന. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇന്ന് ആ സംഘടനയിലുണ്ട്. ഞാൻ ആ സംഘടനയുടെ സംസ്ഥാന ട്രഷറർ കൂടിയാണ്. ഓക്കെ. അപ്പോൾ ഇത് രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ പാർട്ടി രംഗത്ത് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് പാർട്ടി നൽകിയ അംഗീകാരം എന്തൊക്കെ? ജനപ്രതിനിധി എന്നുള്ള നിലയിൽ 1982 ഞാൻ കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് മത്സരിക്കാൻ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിനാണ് ഞാൻ ആ കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും ആ 3 വർഷക്കാലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നീട് വന്ന 5 വർഷക്കാലം കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമായിരുന്നു. അന്ന് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘത്തെ ലാഭത്തിലേക്ക് കയറ്റിയിട്ടാണ് ആ 8 വർഷം കഴിഞ്ഞ് ഞാൻ എന്നോട് ആരും മാറാൻ പറഞ്ഞതല്ല, സ്വയം മാറിയ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം. അന്ന് എൻ്റെ കാഴ്ചപ്പാട് നമ്മൾ മാത്രമല്ല മറ്റുള്ളവരൊക്കെ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ 8 വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും പറയാതെ ഞാൻ സ്ഥാനത്ത് നിന്ന് മാറിയെന്ന് കൊടുത്തത്. അത് കഴിഞ്ഞ് 1995 പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കാൻ അവസരം കിട്ടി എനിക്ക്. അതും നല്ല ഭൂരിപക്ഷത്തോടുകൂടി അന്ന് ജയിച്ചു വന്ന് 95 മുതൽ 2000 വരെ അന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയും. ജനകീയ ആസൂത്രണം ആരംഭിച്ച കാലഘട്ടം. ഒത്തിരി ഫണ്ടുകളും ഉണ്ടായിരുന്നു. ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധികാര പരിധിയുടെ എല്ലാ ഭാഗങ്ങളിലും നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അന്ന് ഇടതുപക്ഷത്തിന്റെ ഭരണമായിരുന്നു. സരോജിനി ടീച്ചറായിരുന്നു അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്.
പക്ഷെ അവിടെ രാഷ്ട്രീയ ഭേദമന്യേ അതായത് ഒരു പ്രതിപക്ഷത്ത് ആയിട്ട് പോലും നല്ല ഒത്തിരി കാര്യങ്ങൾ എടുത്തു പറയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തു കൊടുക്കാൻ, നേതൃത്വം കൊടുക്കാൻ എനിക്ക് അന്നും കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് 2005 പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നത്. അത് എൻ്റെ വാർഡിൽ നിന്നല്ല ഞാൻ മത്സരിച്ചൊക്കെ 2ാം വാർഡിൽ നിന്ന്. അന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ആ 2ാം വാർഡിൽ നിന്ന് ജയിച്ചു വരികയും പഞ്ചായത്ത് പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആ 5 വർഷക്കാലം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ജനോറാം ഭവന നിർമ്മാണ പദ്ധതി. അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പഞ്ചായത്തും ഗുണഭോക്താവും കൂടി ഈ 4 പേരും ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അത് എല്ലാ പഞ്ചായത്തിലും ഈ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒട്ടനവധി പ്രാവശ്യം സംസ്ഥാന തലത്തിൽ ചർച്ച നടന്നിട്ട് നടപ്പാകാതെ വന്ന ഒരു കാര്യം എൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടി ഞാൻ വളരെ താല്പര്യമെടുത്ത് ഗുണഭോക്താക്കളെ വിളിച്ചു ചേർത്ത് ആ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ച് അവരെ അതെല്ലാം നടപ്പിലാക്കാൻ തയ്യാറായി. 1 വർഷക്കാലം കൊണ്ട് 316 വീടുകളാണ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞാൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വലിയൊരു ഓളമായിരുന്നത്. എല്ലാ വാർഡുകളിലും 30, 32, 25, 28 എന്ന് തുടങ്ങി ആരെല്ലാം അപേക്ഷകരായി കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയമില്ല, ഒരു ഇതുമില്ലാതെ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ആരെല്ലാം വാസയോഗ്യമായ വീടുകളില്ലാത്തവരെന്ന നിലയിൽ സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ടോ അവർക്കൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെയല്ലോ താങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴല്ലേ ഈ കുമ്പളങ്ങി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ള അതെ ഒരൊറ്റ വീടുകൾക്ക് പോലും അന്ന് ഹൗസ് കണക്ഷൻ ഇല്ലായിരുന്നു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് കുമ്പളങ്ങി പഞ്ചായത്തിൽ വാട്ടർ കണക്ഷനൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ സ്വീകരിച്ചതും നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അതൊക്കെ വിപ്ലവകരമായ നേട്ടമായിരുന്നത്. അത് ഇന്നും ജനം വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ജനപ്രതിനിധി എന്ന നിലയിലും കഴിവ് തെളിയിച്ച ആളാണ് ജോൺ പേരി. തീർച്ചയായിട്ടും. താങ്കൾ തന്നെ പറഞ്ഞില്ല ഈ മറ്റുള്ള അതായത് വളർന്നു വരുന്നവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയാണ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ മെമ്പർ സ്ഥാനത്ത് നിന്ന് ആരും പറയാതെ തന്നെ ഒഴിയുന്നത്. പക്ഷേ അർഹിക്കുന്ന അംഗീകാരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? എന്ന് എനിക്ക് വിശ്വാസമില്ല പൂർണ്ണമായും. എന്നാൽ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. ഞാൻ ഇതുവരെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, ഞാൻ ഒന്നും പാർട്ടിയോട് ആവശ്യപ്പെട്ട് അങ്ങോട്ട് ചെന്നിട്ടില്ല. പാർട്ടി എനിക്ക് സമയാസമയങ്ങളിൽ അർഹിക്കുന്ന അംഗീകാരം വിളിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഡൊമിനിക് പ്രസിഡന്റ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാകുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിച്ചതെന്നല്ല, ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം നിർബന്ധിച്ചാണ് എന്നെ ആ പേഴ്സണൽ സ്റ്റാഫ്. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് താങ്കൾ പേഴ്സണൽ സ്റ്റാഫിലിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ UDF ചെയർമാനായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ താങ്കൾ ഈ എല്ലാ ഘടകകക്ഷികളെയും ഏകോപിച്ചുകൊണ്ടാണുള്ളൊരു ഒരു വലിയൊരു വിദഗ്ധ സമീപനം കാണിച്ചിട്ടുണ്ടെന്നാണ് മറ്റ് പാർട്ടികളിൽപ്പെട്ട ഒരു പറയുന്നത്. കാരണം എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവർക്കും അർഹിക്കുന്ന അംഗീകാരം കൊടുക്കാൻ ഞാൻ എന്നും എക്കാലവും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എല്ലാവരും കൂടെ നിർത്തുക, കൂട്ടിപ്പിടിക്കുക. ആ കാര്യത്തിൽ ഒരു പരിധിവരെ ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആരും എന്നോട് ഒരു അതൃപ്തി കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ടി വരും. ഒന്ന്, ഈ ഒരു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് വേറൊരാൾ വരുന്നത്. അതായത് സംസ്ഥാന തലത്തില് ഒരു ഷഫ്ലിങ്ങിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതല്ല. അല്ല, അതെന്താ അങ്ങനെ സംഭവിച്ചത്? അത് ഞാൻ UDF ചെയർമാനായി വന്നപ്പോൾ മുതൽ ഒരു വിഭാഗം ആളുകൾ അവർക്ക് അത് വേണം. കാരണം എനിക്ക് 2 സ്ഥാനങ്ങളുണ്ട്. ഒന്ന് DCC ജനറൽ സെക്രട്ടറി ആണ്, UDF ചെയർമാനാണ്. 2 സ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട് അതിലൊന്ന് ഞങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമായി പറയണ്ടേ. അന്ന് ഞാൻ പാർട്ടിയോട് പറഞ്ഞു എനിക്ക് UDF ചെയർമാൻ സ്ഥാനം മതി, ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ ഞാൻ തയ്യാറാണ് എന്നാ പറഞ്ഞത്. പക്ഷെ പാർട്ടി പല സമ്മർദ്ദങ്ങളും മറ്റു ഘടകങ്ങളൊക്കെ നോക്കി പരിഗണിച്ച് പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ഉത്തമ ഇതുവരെ യാതൊരു ആ കാര്യത്തിൽ ഒരു എതിർപ്പും ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടില്ല. പാർട്ടി എന്നോട് അതെ സാധാരണ അത്തരം നീക്കങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ വരുമ്പോൾ ചില പൊട്ടിത്തെറികൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. പലയിടത്തും നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ജോൺ പേരി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒരാളോടും യാതൊരു വിദ്വേഷവും ഞാൻ കാണിക്കാൻ പോയിട്ടില്ല.
എന്നെ മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഈ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടാണ് പൊതുവിൽ എല്ലാവരും താങ്കളെ കണ്ടതും. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായിരുന്ന കുമ്പളങ്ങിയിലെ 1-ാം വാർഡിൽ നിന്നാണ് താങ്കൾ മത്സരിച്ചതും, താങ്കളുടെ വീട് നിൽക്കുന്നത്. പക്ഷെ അവിടെ താങ്കൾക്ക് ഏതാണ്ട് 50-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടേണ്ടി വന്നു. ഈ പരാജയം പിന്നെ ഈ പരാജയത്തെ കുറിച്ച് നേരത്തെ വല്ല സൂചന ലഭിച്ചിരുന്നോ? ഇങ്ങനെ സംഭവിക്കുമെന്നോ, അല്ലെങ്കിൽ പിന്നെ അതിന് സാധ്യത ഉണ്ടെന്നോ വല്ല സൂചന ഉണ്ടായിരുന്നു? അങ്ങനെ പരാജയം സംഭവിക്കുന്ന യാതൊരു സൂചനയും ഇല്ലായിരുന്നു. കാരണം അവിടെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതന്നെ ഞാൻ പ്രതീക്ഷിക്കാതെയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. അതെ അതെ, ഞാൻ അവിടെ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ഒട്ടും ആഗ്രഹം കാണിച്ച ആളല്ല. അവിടെ വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ DCC തന്നെ സഹീർ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിനെ അവിടെ തീരുമാനിച്ച് അനൗൺസും ചെയ്തത്. ഞാനാകെ ചോദിച്ചിരുന്നത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിത്വമായിരുന്നു. അത് ഏതാണ്ട് ഉറപ്പിച്ചതുമായിരുന്നു. പക്ഷെ അവിടെ പാർട്ടി വേറെ ചില ഘടകങ്ങളൊക്കെ പരിശോധിച്ച് വേറെ ചില ആൾക്കാർക്ക് സീറ്റ് കൊടുക്കേണ്ടിട്ട് വന്നപ്പോഴേക്കും എന്നോട് അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ സ്വീകരിച്ചു. 1-ാം വാർഡിൽ പോയി മത്സരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു. ഞാനില്ല, മത്സരത്തിനില്ല, എനിക്ക് ജില്ലാ പഞ്ചായത്ത് മതി, അതല്ലെങ്കിൽ ഞാൻ മത്സരത്തിനില്ല എന്ന് പറഞ്ഞിട്ട് അതല്ല, ജോൺ പഴേരി തന്നെ 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കണം, പഞ്ചായത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പാർട്ടി പറഞ്ഞ ആ താല്പര്യത്തിന്റെ പുറത്താണ് ഞാൻ മത്സരിക്കാൻ തയ്യാറായത്. അപ്പോഴും ഞാൻ പരാജയപ്പെടുമെന്ന് ഒരു ഇതും എനിക്കില്ലായിരുന്നു. ജനം 2 കൈ നീട്ടിയാണ് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലായിരുന്നു ജനത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു എല്ലാവരും കണ്ടതും. പക്ഷെ വേറെ ചില പ്രവർത്തനങ്ങൾ, അതിന്റെ ചില ഘടകങ്ങള് അത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കോൺഗ്രസിന്റെ നേതാവ് നിലയിൽ എല്ലാം തുറന്നു പറയാൻ പറ്റില്ല. പാർട്ടി താങ്കൾക്ക് പറയാൻ പറ്റുള്ളൂ. പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് അത്തരം ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. മറുപടി പറയാനും ആഗ്രഹിക്കുന്നില്ല. എന്തായാലും പിന്നെ താങ്കളെ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ജനങ്ങൾക്ക് ഒരു തിരിച്ചടിയും കൂടിയായിരിക്കും അതെന്നാണ് കരുതുന്നത്. 45 വർഷത്തോളം കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന ആ സീറ്റ് പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായൊരു ചേതോ വികാരം എന്താണ്? ഭയങ്കരമായ മാനസിക പ്രയാസം ഉണ്ടാക്കിയിരുന്നു എനിക്കത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി എന്നതിലല്ല, കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൈവശം വെച്ചിരുന്ന സീറ്റാണല്ലോ. അതെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും തിരിച്ചടിക്ക് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ അത് അങ്ങനെ ഒരു പ്രതികരണം ജനത്തിന്റെ ഇപ്പോഴും വരുന്നില്ല. ജനം ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റി. എന്താണ് ആ തെറ്റുപറ്റിയെന്നുള്ള അവർ പറയുന്നില്ല. ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു പോയി. സംഭവിച്ച തെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് മാർച്ച് അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ ഏപ്രിൽ അവസാനമോ അല്ലെങ്കിൽ മെയ് ആദ്യമോ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നണികൾക്കകത്ത്, വിവിധ പാർട്ടികൾക്കകത്ത് നടന്നു വരികയാണ്. കൊച്ചിയിൽ കഴിഞ്ഞ 3 തവണ മത്സരിച്ചതും കൊച്ചി നിയോജക മണ്ഡലമായതിനു ശേഷം കൊച്ചിക്ക് പുറത്തു നിന്നുള്ള ആളുകളായിരുന്നു. അതിപ്പോൾ ഡൊമിനിക് പ്രസന്റേഷനും ടോണി ചാമുണിയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ 2 തവണയായിട്ട് കൊച്ചി നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. ഇത്തവണ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് UDFന്റെ കയ്യിലേക്ക് കൊണ്ടുവരണമെന്നുള്ള വലിയ ആഗ്രഹത്തിലാണെന്ന് തോന്നുന്നത് UDF മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി. പക്ഷേ വീണ്ടും പുറത്തു നിന്നൊരാൾ വന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഉള്ള വലിയ പോസ്റ്റർ പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. കൊച്ചിയിലേക്ക് കൊച്ചിക്കാരൻ മതി എന്നുള്ളതാണ്. പാർട്ടി എന്താണ് തീരുമാനിക്കണമെന്ന് ഞങ്ങൾക്ക്. പക്ഷേ ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ, ഒരു UDF പ്രവർത്തകർ എന്ന നിലയിൽ കൊച്ചി നിയോജക മണ്ഡലത്തിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണല്ലോ. 50 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഒത്തിരി ത്യാഗങ്ങൾ തേച്ചിട്ടുള്ളതാണ്. ഒത്തിരി ത്യാഗങ്ങൾ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കിരാതമർദ്ദനത്തിന് വരെ ഞാൻ വിധേയനായിട്ടുണ്ട്. 98 കാലഘട്ടത്തിൽ എന്നെ കൊന്ന് തീർത്ത് വഴി തള്ളിയിട്ട് പോയതാണ്. അങ്ങനെ പാർട്ടിക്ക് ഏറെ ത്യാഗം സഹിച്ചുള്ള ഒരാളെന്നുള്ള നിലയിൽ, പാർട്ടിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ സ്വാഭാവികമായും അതെ, ആ ഒരു അവസരം ഞാനും ആഗ്രഹിക്കുന്നു. പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു അത് പാർട്ടിയാണ് അംഗീകരിക്കും. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു താല്പര്യം. ആ താല്പര്യം മാത്രമല്ല, എന്റെ പൂർണ്ണമായ വിശ്വാസം പാർട്ടി എനിക്ക് സീറ്റ് തരികയാണെങ്കിൽ
കൊച്ചി 2 ടേമായി കൊച്ചിക്ക് UDF നഷ്ടപ്പെട്ടിരിക്കുന്ന സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷവും നേടാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ജനം അങ്ങനെയാണ് എന്നെ കാണുന്നതും കണക്കാക്കുന്നത്. ഇപ്പോഴും ജനം പറയുന്നത് തന്നെ. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇതിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും എന്നോട് വിളിച്ചും പറയും, മത്സരിക്കണം, മാറി നിൽക്കരുത്, പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റെന്ന് കരുതിക്കൊണ്ട് നിരാശനെ മാറി നിൽക്കാതെ താങ്കൾ പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റതില്ലല്ലോ, തോൽപ്പിച്ചത് അവിടെ അതിന് നിരാശനാകാതെ മത്സരരംഗത്തുണ്ടാകണം. ജനം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ കൈവിടില്ല എന്നൊരു ശബ്ദമാണ് നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാർട്ടിയോട് ഇപ്പൊ തന്നെ ഈ മറ്റ് ഘടകകക്ഷികളുടെ ഇടയിലും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തന നിലയിൽ ചർച്ച ചെയ്യുമ്പോഴും അത്തരം ഒരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. ജോൺ പെരേരി കൊച്ചിയിലെ ഒരാളാണല്ലോ, അപ്പോൾ അദ്ദേഹം വന്നാൽ മത്സരം ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ താങ്കൾക്ക് പിന്നെ ഗുണകരമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. പാർട്ടിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ KPCC പ്രസിഡന്റിന് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്ത് മറുപടി എന്തെങ്കിലും ലഭിച്ചു? മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ഒരു അനുകൂല സമീപനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറിച്ച് ഇപ്പൊ ഇവിടെ ജോൺ പെരേരി എന്നുള്ള കൊച്ചിക്കാരുടെ അല്ലാതെ പിന്നെ കേൾക്കുന്ന പേരുകൾ മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, ഡൊമിനിക് പ്രസന്റേഷൻ, അതുപോലെ ഹെൻറി ഓസ്റ്റിൻ തുടങ്ങിയ പേരുകളാണ് കേൾക്കുന്നത്. അത്തരം പേരുകളെ മറിതള്ളി അല്ലെങ്കിൽ മറികടന്ന് ജോൺ പെരേരിക്ക് വരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വരാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം കൊച്ചിക്കാരൻ മതിയെന്നൊരു മുദ്രാവാക്യം ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. കൂടുതലും അതാണ് ഇടതുമുന്നണിയുടെ പ്ലസ് പോയിന്റ്. കൊച്ചിക്കാരൻ എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ ക്യാപ്ഷൻ, അതായത് പോസ്റ്റർ ക്യാപ്ഷൻ എന്നുള്ളത് കൊച്ചിക്കാരൻ എന്നുള്ള ആയിരുന്നു സ്ഥാനാർത്ഥി. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഇപ്പൊ അത് തന്നെ UDF-ന് അങ്ങനെ അടിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ കൊച്ചിക്കാരൻ എന്നല്ലേ, കൊച്ചിയിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ LDF-ന്റെയും UDF-ന്റെയും വന്നാൽ നല്ല മത്സരം നടക്കും. ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്യും. നല്ല ആത്മവിശ്വാസമുണ്ട് വിജയിക്കാവുന്നുള്ളത്. കാരണം ജനം അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ 10 വർഷമായി തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക വികസനങ്ങൾ നടന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനം നടന്നായിട്ട് പറയാൻ കഴിയില്ല. എടുത്തു കാണിക്കാൻ പറ്റുന്നത് വികസനങ്ങളൊക്കെ ഇങ്ങനെ റോഡ് അതൊക്കെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന പോലെ അങ്ങ് പോകും. എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പരിപാടി നടന്നിട്ടില്ല. അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ചൂണ്ടിക്കാണിക്കാൻ താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും ഇതെല്ലാം കൂടി ചൂണ്ടിക്കാണിച്ച് ജയിച്ചു പോരാ എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും താങ്കളുടെ ഈ ഒരു കൊച്ചിക്കാരൻ എന്നുള്ള ആഗ്രഹം സഫലമാകട്ടെ എന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു വികാരമുണ്ട് കൊച്ചിക്കാരൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ പോസ്റ്റർ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജനപക്ഷ വേദിയുടെ പേരിലാണ് പോസ്റ്റർ പ്രചരണം നടക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ എല്ലാം ചിലപ്പോൾ ഈ കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കും, പ്രവർത്തകർ തന്നെ ആയിരിക്കും ഒരുപക്ഷെ. അപ്പോൾ അത്തരം രീതിയിൽ വരുമ്പോൾ താങ്കളെ പാർട്ടി പരിഗണിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നമസ്കാരം, നന്ദി, സന്തോഷം.